ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? നിങ്ങൾക്കിത് അവസരം ദുബായിൽ ജോലി ചെയ്യാൻ. ദുബായിലോ അബുദാബിയിലോ നിങ്ങൾക്കും ഡെലിവറി ബോയ് ആവാം. ഉടൻ വിസ 15 ദിവസത്തിനുള്ളിൽ 80,000 രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാം. 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് അവസരം. നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടായിലെ കോൺഗ്രസ് ഓഫീസ് തർക്കവുമായി ബന്ധപ്പെട്ട് RDO വിളിച്ചു ചേർത്ത യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. സംഘർഷം ഒഴിവാക്കണമെന്ന് CPM കോൺഗ്രസ് നേതാക്കൾക്ക് RDOയുടെ നിർദ്ദേശം. കെട്ടിടം കോൺഗ്രസ് ഓഫീസായി പ്രവർത്തിക്കാനാണ് വാടകയ്ക്ക് നൽകിയതെന്ന് കെട്ടിട ഉടമയുടെ മൊഴി. കനത്ത മഴയെ തുടർന്ന് ചെറുതുരുത്തി നെടുമ്പുരയിൽ ജലസേചന കനാലിന്റെ വശമിടിയുന്നു. ഒരു പുറം തകർന്നു വീണതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ. മണ്ണിടിച്ചിൽ തടയാൻ നടപടി വേണമെന്ന ആവശ്യം. കാലവർഷക്കെടുതികൾ തുടരുന്നു. മണ്ണൂരിൽ വീട് ഭാഗികമായി തകർന്നു. ചെറുതുരുത്തിയിൽ ക്ഷേത്ര പരിസരത്തെ കുളത്തിനു സമീപം കഞ്ചാവ് ചെടികൾ. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ എക്സൈസ് സംഘം കണ്ടെത്തിയത് 2 ചെടികൾ. ചെടികൾ പറിച്ചെടുത്ത് വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസിലേക്ക് കൊണ്ടുപോയി. ചേലക്കര കളപ്പാറ വാരിയത്തുകുന്ന് പ്രദേശത്ത് കാട്ടുചോലയിൽ പദമാല. ജനങ്ങൾ ആശങ്കയിൽ. വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. വാർത്തകൾ തുടരുന്നു. കോട്ടായി കോൺഗ്രസ് ഓഫീസ് തർക്കത്തിൽ RDO വിളിച്ചു ചേർത്ത യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. കോൺഗ്രസ് പാർട്ടി ഓഫീസിനാണ് കെട്ടിടം വാടകയ്ക്ക് നൽകിയതെന്നും കോൺഗ്രസ് ഓഫീസായി പ്രവർത്തിക്കുന്നതിനാണ് താൽപ്പര്യമെന്നും കെട്ടിട ഉടമ മൊഴി നൽകി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന മോഹൻകുമാർ CPMലേക്ക് ചേക്കേറിയതോടെയാണ് പാർട്ടി ഓഫീസും പിടിച്ചടക്കാനുള്ള നീക്കം ആരംഭിച്ചത്. കോൺഗ്രസ് CPM സംഘർഷം രൂപപ്പെട്ടതോടെ ഓഫീസ് സീൽ ചെയ്ത് പോലീസ് കാവലേർപ്പെടുത്തി. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മോഹൻകുമാറും അനുയായികളും കോൺഗ്രസ് വിട്ട് CPMൽ ചേർന്നത്. മോഹൻകുമാർ പ്രസിഡന്റായിരിക്കെ എഴുതിയ എഗ്രിമെന്റ് ഉയർത്തിക്കാട്ടിയാണ് ഓഫീസ് CPM പിന്തുണയോടെ പിടിച്ചെടുക്കാൻ നീക്കം ആരംഭിച്ചത്. ഇതിനെ പ്രതിരോധിച്ച് കോൺഗ്രസും രംഗത്തെത്തി. CPM രാത്രിയിൽ പിഴുതുമാറ്റിയ സ്തൂപവും കൊടിയും കോൺഗ്രസ് പ്രവർത്തകർ പകൽ വെളിച്ചത്തിൽ പുനഃസ്ഥാപിച്ചു. സംഘർഷം ശക്തമാവുന്ന സാഹചര്യമുണ്ടായതോടെയാണ് RDO മണികണ്ഠൻ അനുനയ ചർച്ച നടത്തിയത്. എഗ്രിമെന്റ് തൻ്റെ പേരിലാണെന്നും താൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി പ്രവർത്തനത്തിനാണ് ഓഫീസ് എന്ന വാദമാണ് മോഹൻകുമാർ ഉന്നയിച്ചത്. CPM പറഞ്ഞാൽ ഓഫീസ് വിട്ടു നൽകുമെന്നും തൻ്റെ കാരണത്താൽ ഭിന്നിച്ചു നിന്ന ഗ്രൂപ്പുകൾ ഒന്നിച്ചതിൽ സന്തോഷമുണ്ടെന്നും മോഹൻകുമാർ പറഞ്ഞു. ആ 12 ആഴ്ച ഒരു 11 മാസത്തെ എഗ്രിമെൻ്റാണ്. ആ 11 മാസ കാലയളവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് എനിക്ക് എൻ്റെ ആവശ്യത്തിന് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പൊളിറ്റിക്കൽ പാർട്ടിക്കായിട്ട് ഉപയോഗിക്കാൻ തന്ന ഓഫീസാണ്. അല്ലാതെ ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസോ കോൺഗ്രസിൻ്റെ ഓഫീസോ കൈയേറണമെന്ന് യാതൊരു തരത്തിലുള്ള ഇൻറ്റൻഷനുമില്ല, അത്തരത്തിലുള്ള നിർദ്ദേശവുമില്ല. ഇനി വേറൊരു കാര്യം, ഈ പറഞ്ഞ എല്ലാ നിയമ നടപടിയും നൂലാമാലകൾക്കപ്പുറത്ത് എൻ്റെ പാർട്ടി എന്നോട് പറയുകയാണ്. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുണ്ട്. അദ്ദേഹം ഒരു നിർദ്ദേശം തരികയാണ്. ഇതെല്ലാം പോകട്ടെ, ഈ പാർട്ടി, അതായത് നമ്മുടെ സംസ്ഥാനം ഇത് നമുക്കത് യോജിച്ചതല്ല എന്ന് അവർ പറയുകയാണെങ്കിൽ യാതൊരുവിധ എതിർപ്പും കൂടാതെ എൻ്റെ ഈ എഗ്രിമെൻറ്റോ ഈ മറ്റുള്ള കാര്യങ്ങളോ ഈ കോടതികളോ ഈ പോലീസോ ഒന്നുമില്ലാതെ ആ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള കാര്യത്തിന് അവർക്കത് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ടി പറഞ്ഞാൽ ഞാൻ അത് കേൾക്കുവാൻ തയ്യാറാണ്. അല്ല തൂങ്ങി ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഓഫീസല്ല, ആ ഓഫീസിനകത്ത് ഇരിക്കാൻ അർഹതയില്ലാത്ത ആൾക്കാരാണെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചവർ, ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 കൊല്ലവും വരാത്തവർ, ഇന്നലെ 3 കൊല്ലമായി ഇവരെ ഒരുമിപ്പിക്കാൻ കഴിയാത്ത എനിക്ക് ഇന്നലത്തെ 1 മണിക്കൂർ കൊണ്ട് ഒരു തർക്കമുണ്ടായപ്പോൾ എല്ലാ ഗ്രൂപ്പുകാരും ഒറ്റക്കെട്ടായി വന്നു. അതിൽ എനിക്ക് വളരെയധികം സന്തുഷ്ടിയുണ്ട്. അതേസമയം കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തിനാണ് ഓഫീസ് കെട്ടിടം വാടകയ്ക്ക് നൽകിയതെന്നും കെട്ടിടം കോൺഗ്രസ് ഓഫീസായി പ്രവർത്തിക്കുന്നതിലാണ് താൽപ്പര്യമെന്നും കെട്ടിട ഉടമ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയിൽ ഉറച്ചാണ് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ അനുനയ ചർച്ചയിൽ പങ്കെടുത്തത്. ഇതേ നിലപാട് സുമേഷ് അച്യുതൻ പുറത്തും ആവർത്തിച്ചു. അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിലാണ് മോഹൻകുമാറിന് കൊടുത്തത്. കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഇനിയും ഞാൻ കൊടുക്കുള്ളൂ എന്ന് അദ്ദേഹം സന്നിഗ്ധമായി പറഞ്ഞു. RDOയോട് എവിടെ നിന്ന് പറഞ്ഞു? ഞങ്ങളൊക്കെ രാവിലെ പറഞ്ഞാണ്. അതെന്നെ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് സത്യത്തിൽ ഏതൊരു കോൺഗ്രസ് പ്രവർത്തകൻ പറയുന്നതിനേക്കാൾ വളരെ ശക്തമായി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സുമേഷ് അച്യുതനൊപ്പം അഡ്വക്കേറ്റ് തോലനൂർ ശശിധരൻ, ശാന്തകുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു.
CPM-ന് വേണ്ടി ഏരിയ സെക്രട്ടറി അനിതാനന്ദൻ, മോഹൻകുമാർ, മിൽഹാജ് എന്നിവരാണ് ചർച്ചയ്ക്കെത്തിയത്. സംഘർഷമുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ RDO നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ശക്തമായ മഴയിൽ ചെറുതുരുത്തി നെടുമ്പുരയിൽ ഇറിഗേഷൻ കനാലിൻ്റെ വശം ഇടിഞ്ഞു. കനാലിൻ്റെ ഒരു ഭാഗം തകർന്നത് സമീപവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ശക്തമായ മഴയിലും കാറ്റിലുമാണ് വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ നെടുമ്പുര CPM ഓഫീസിന് സമീപമുള്ള ഇറിഗേഷൻ കനാലിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞുപോയത്. സമീപത്തെ 2 വലിയ മരങ്ങൾ കടപുഴകി വീണു. ഇതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ഇറിഗേഷൻ കനാലിന് മുകളിലുള്ള സന്തോഷ് എന്ന വ്യക്തിയുടെ വീടിൻ്റെ പിൻഭാഗമാണ് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ M. സുമേഷ് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായി റോഡ് ഇടിയലും അതുപോലെ ഇത് അടുത്തുള്ളൊരു വീടിൻ്റെ സൈഡ് ഇടിഞ്ഞ് അത് കനാലിലേക്ക് മണ്ണ് ഇറങ്ങി വരുന്ന സാഹചര്യമുണ്ട്. അത് എത്രയും വലിയ രീതിയിലൊരു അപകടം ഉണ്ടാകുന്ന സാഹചര്യം അവിടെ ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടികൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെയും നമ്മൾ അറിയിച്ച് ഇതിൻ്റെ ഭാഗമായിട്ട് അവർ വന്ന് നോക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള അപകടങ്ങളും മരങ്ങളും കൂടി മുറിച്ച് നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഇറിഗേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂരിൽ ശക്തമായ മഴയിൽ വീട് ഭാഗികമായി തകർന്നു. മണ്ണൂർ കൊട്ടക്കുന്ന് വീട്ടിൽ ബൾക്കീസും മകൾ മുനീറയും താമസിക്കുന്ന വീടാണ് തകർന്നത്. മൺചുമർ വീടായതിനാൽ വരും ദിവസങ്ങളിൽ വീട് നിലംപൊത്താനാണ് സാധ്യത. 50 വർഷത്തോളം പഴക്കമുള്ള ഓടിട്ട വീടാണിത്. വീടിൻ്റെ ഉൾഭാഗം പൂർണ്ണമായും വിണ്ടുകീറിയതോടെ 2 കുടുംബം ഭീതിയോടെയാണ് അന്തിയുറങ്ങുന്നത്. വീടിൻ്റെ ഒരു ഭാഗം ചുമരിടിഞ്ഞ് നശിച്ചു കഴിഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയിൽ ഇവരുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. സംഭവമറിഞ്ഞ പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷഫീഖ്, വാർഡ് മെമ്പർ സുനിത എന്നിവർ വീട് സന്ദർശിച്ചു. വീടെന്ന സ്വപ്നം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഭയപ്പാടോടെയാണ് ഇവിടെ കഴിയുന്നതെന്നും വീട് എത്രയും വേഗം അനുവദിച്ചില്ലെങ്കിൽ അന്തിയുറങ്ങാൻ ഇടമില്ലാതെ പ്രയാസപ്പെടുമെന്നും ബൾക്കീസ് പറഞ്ഞു. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ കുടുംബ വീട്ടിലാണ്. അത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരിക്കുകയാണ്. ഒരു സൈഡ് ഇടിഞ്ഞ് വീഴുകയും ചെയ്തു. 4 ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാതിരിക്കുന്ന ഈ വീട്ടിലിരിക്കാൻ വളരെ പ്രയാസമാണ്. ഞാനും എൻ്റെ കുട്ടിയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അപ്പോൾ ലൈഫിൽ കൊടുത്തിട്ടുണ്ട്, ലൈഫിൽ പേര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അടിയന്തരമായി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ മഴക്കാലത്ത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തിയിൽ ക്ഷേത്ര പരിസരത്ത് കുളത്തിനു സമീപം 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. എക്സൈസ് അധികൃതർ ചെടികൾ പറിച്ച് വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസിലേക്ക് കൊണ്ടുപോയി. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്ര പരിസരത്തുള്ള കുളത്തിന് സമീപമാണ് 8 അടി വലിപ്പമുള്ള 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ബുധനാഴ്ച രാവിലെ നാട്ടുകാരാണ് കുളത്തിന് സമീപം കുറ്റിക്കാട്ടിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ഉടൻ തന്നെ ചെറുതുരുത്തി പോലീസിനെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് അധികൃതർ വടക്കാഞ്ചേരി എക്സൈസ് സംഘത്തെ വിവരമറിയിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ മധുവിൻ്റെ നേതൃത്വത്തിലെത്തിയ സംഘം ചെടികൾ പരിശോധിച്ച ശേഷം പറിച്ചെടുത്തു. പാകമായ 2 ചെടികളാണ് കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു. ചെടികൾ പറിച്ചെടുത്ത് വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കഞ്ചാവ് ചെടികൾ ഈ ഭാഗത്ത് മുളയ്ക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചേലക്കരയിലെ കാട്ടുചോലയിൽ വെള്ളം പതഞ്ഞു പൊന്തുന്നു. പതിവില്ലാത്ത പ്രതിഭാസം നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ചേലക്കര കളപ്പാറ വാരിയത്തുകുന്ന് പ്രദേശത്താണ് കാട്ടുചോലയിലെ വെള്ളത്തിൽ പതമല രൂപപ്പെട്ടിരിക്കുന്നത്. വാരിയത്തുകുന്ന് പ്രദേശത്തേക്ക് കാട്ടുചോലകളിൽ നിന്നുമെത്തുന്ന വെള്ളത്തിലാണ് വലിയ പതമല. സംഭവം പ്രദേശവാസികളിൽ ആദ്യം കൗതുകമുണർത്തിയെങ്കിലും പിന്നീട് വലിയ ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. വിവരം ആരോഗ്യ വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നുമാണ് പഞ്ചായത്ത് അംഗത്തിൻ്റെ വിശദീകരണം. ആരോഗ്യവകുപ്പ് അധികൃതർ വെള്ളത്തിൻ്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. സാമ്പിൾ പരിശോധനയ്ക്ക് ശേഷം കാരണം വ്യക്തമാകുമെന്ന് പഞ്ചായത്ത് അംഗം PC മണികണ്ഠൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
കോട്ടായി പഞ്ചായത്തിലെ പള്ളത്തുപുര വലിയമ്മക്കാവ് റോഡ് നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരിച്ചത്. റോഡ് ഉദ്ഘാടനം കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് നിർവഹിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് മെമ്പർ K കുഞ്ഞിലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, രജനീഷ് എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂരിൽ വേനലിൽ പൂർത്തിയാകേണ്ടിയിരുന്ന റോഡ് കോൺക്രീറ്റിംഗ് പ്രവൃത്തി വൈകിയത് ജനങ്ങൾക്ക് ദുരിതമായി. കിഴക്കുംപുറം തറ റോഡിൻ്റെ പ്രവൃത്തി ഇനിയും ആരംഭിച്ചിട്ടില്ല. മെയ് 2 എഗ്രിമെൻ്റ് കഴിഞ്ഞ പ്രവൃത്തിയാണ് ജൂൺ പകുതി പിന്നിട്ടിട്ടും ആരംഭിക്കാത്തത്. മഴയെത്തിയതോടെ തകർന്ന പാതയിൽ വലിയ ദുരിതത്തിലാണ് യാത്രക്കാർ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ വഴിയെ ആശ്രയിക്കുന്നത്. മദ്രസ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളാണ് ഏറെയും. വിശ്വാസികൾ നമസ്കരിക്കാനെത്തുന്ന പള്ളിക്ക് സമീപമാണ് ചെളിവെള്ളം കെട്ടിനിൽക്കുന്നത്. ഈ ഭാഗത്ത് വലിയ കുഴികളുമുണ്ട്. മെയ് 2 റോഡിൻ്റെ കോൺക്രീറ്റിങ്ങിനായി എഗ്രിമെൻ്റ് കഴിഞ്ഞിരുന്നു. എന്നാൽ നാളിതുവരെ പണി പൂർത്തീകരിച്ചില്ലെന്ന് പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷഫീഖ് പരാതിപ്പെട്ടു. പള്ളിക്ക് സമീപമുള്ള ഭാഗത്തെങ്കിലും കോൺക്രീറ്റ് പൂർത്തീകരിച്ചാൽ ജനങ്ങൾക്ക് അല്പം ആശ്വാസമാകും. കരാറുകാരനെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് കഴിഞ്ഞില്ലെന്നും ആരോപണമുണ്ട്. മെയ് 1 കരാർ വെച്ച് ഉടൻ കോൺക്രീറ്റിംഗ് നടത്താമെന്ന് ആദ്യം തീരുമാനിച്ചിരുന്നു. എന്നാൽ കരാറുകാരൻ വാക്കുപാലിച്ചില്ലെന്നും ഭരണസമിതി അതിനുവേണ്ടി പ്രയത്നിച്ചില്ലെന്നും ഹുസൈൻ ഷഫീഖ് ആരോപിച്ചു. കഴിഞ്ഞയാഴ്ചയിൽ ഏതാനും ദിവസം മഴ വിട്ടുനിന്നപ്പോഴും പ്രവൃത്തി നടത്തിയില്ല. റോഡ് ടാറിംഗ് വൈകിയാലും പള്ളിക്ക് മുന്നിലും ആയുർവേദ ആശുപത്രിക്ക് സമീപവും റോഡിൻ്റെ കോൺക്രീറ്റിംഗ് ദ്രുതഗതിയിൽ നടത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യമെന്ന് പഞ്ചായത്ത് അംഗം ഷഫീഖ് പറഞ്ഞു. ഈ 2 കരാർ പൂർത്തീകരിച്ചിട്ടും ഇത്രയധികം 1.5 മാസത്തോളമായിട്ടും ഈ റോഡ് പണി മനഃപൂർവ്വം പൂർത്തീകരിക്കാത്ത ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. കാരണം കോൺക്രീറ്റ് ചെയ്യുന്നത് ഒരു ദിവസം മാത്രമാണ് സമയം വേണ്ടത്. ഏറി വന്നാൽ 2 ദിവസം. ഈ 2 ദിവസം സമയത്തിന് മഴ വരുന്നതിന് മുമ്പും മെയ് ലാസ്റ്റോട് കൂടിയിട്ടാണ് മഴ പെയ്യുന്നത്. ഈ മഴ പെയ്തതിന് മുമ്പ് ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. മഴ പെയ്തതിന് ശേഷം നമുക്ക് ഒരാഴ്ച കാലത്തോളം മഴ ഇല്ലാത്തൊരു സമയം കിട്ടിയിട്ടും ഇതിന്റെ കോൺട്രാക്ടർ, അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുള്ള അവിടെയും കോൺക്രീറ്റ് ഉണ്ട്, അവിടെയും കോൺക്രീറ്റ് ചെയ്യാതെ ഇത്രയധികം ഒരുപാട് സ്കൂൾ ബസ്സുകൾ, ഒരുപാട് സ്കൂളിലെ പ്രൈവറ്റ് വാഹനങ്ങൾ, പത്രക്കയിൽ നിന്നും കുട്ടികൾ വരുമ്പോൾ വീഴുന്ന സാഹചര്യങ്ങൾ, വണ്ടികളും നേരെ പോകാൻ പറ്റുന്ന കാൽനടയാത്ര, ഇത്രയധികം സങ്കീർണമായ ഈ അവസ്ഥ പഞ്ചായത്ത് ഭരണസമിതി കണ്ടില്ലായ്മ നടത്തരുത്. ഇത് വളരെയധികം ധിക്കാരപൂർണ്ണമാണ്. കോൺട്രാക്ടർ എത്രയും പെട്ടെന്ന് ഇതിന്റെ അടിയന്തരമായി ഇത് കോൺക്രീറ്റ് ചെയ്യുന്ന നടപടി പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡന്റും കൈക്കൊള്ളണം. അല്ലെങ്കിൽ ശക്തമായ സമരമുറകളിലേക്ക്, കാരണം ഇതിലൂടെ പോകുന്ന ഒരുപാട് യാത്രക്കാർ, ഒരുപാട് പള്ളിയുടെ മുന്നിലൂടെ പോകുന്നവർ, അതുപോലെ തന്നെ മങ്കര വരെ എത്തുന്നവർ, കാൽനട യാത്രക്കാർ, അവർക്കെല്ലാം ഇത്രയധികം ദുരിതപൂർണ്ണമായ ഈ അവസ്ഥ എത്രയും പെട്ടെന്ന് മാറ്റിത്തരണമെന്നും അതിനുവേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നും ഈ സമയത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാടാനംകുറിശ്ശിയിൽ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരുക്കിയ സർവീസ് റോഡിൽ ചരക്ക് ലോറി കുഴിയിൽ വീണ് മറിഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് അപകടം. ആളപായമില്ല. പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയാണ് വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ച സർവീസ് റോഡിൽ മറിഞ്ഞത്. പുതിയ മേൽപ്പാലം നിർമ്മിക്കുന്ന പ്രദേശത്ത് പ്രധാന പാതയിലും സർവീസ് റോഡിലും നിറയെ കുഴികളാണ്. മഴ പെയ്തതോടെ ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഏറെ പ്രതിസന്ധിയിലായത്. റോഡിൻ്റെ ശോച്യാവസ്ഥയാണ് വാഹനം മറയാൻ കാരണമായത്. കുഴി ഉള്ളതായിരുന്നു. നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ ഒരു നമ്മുടെ വണ്ടിയൊക്കെ ഇങ്ങനെ കണ്ടില്ലോ, കോഴിക്കാട്ടം കയറ്റി വരുന്ന വണ്ടിയാണ്. വലിയ ഓവർലോഡൊന്നും അല്ല. അപ്പോൾ ആ കുഴി ആ റോഡിലേക്ക് മെയിൻ റോഡിൽ കയറുമ്പോൾ ഇത് സംഭവിച്ചാണ്. എന്തെങ്കിലും നടപടികൾ കുറേ കാലമായി ഞങ്ങൾ സ്ഥിരം പോകുന്ന വണ്ടിക്കാരാണ്. ഈ റോഡ് ഇങ്ങനെ കിടക്കണമായിരുന്നു. ഇപ്പോൾ ഇത്ര വലിയ ദുരിതം ഉണ്ടാക്കി. ഇതിപ്പോൾ ആരപ്പോൾ ഈ നഷ്ടം സഹിക്കാൻ നമ്മൾ ആ ഒരു കുഞ്ഞു വണ്ടിയും കൊണ്ട് ഓടിച്ച് ജീവിച്ച് പോകുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ പറ്റുമ്പോഴേ മഴക്കാലത്തിൽ ഓട്ടം കിട്ടുന്ന ഇതൊരു ഓട്ടം. ഒപ്പമുണ്ടായിരുന്ന ആൾക്ക് പരിക്കുണ്ടോ? ഇല്ല, വേറെ പരിക്കൊന്നുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ, കൂടാതെ വേറെ ആരുമില്ല. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്കുൾപ്പെടെയുള്ള പ്രതിസന്ധികൾ രൂക്ഷമാണ്. ആംബുലൻസുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ ഇതിലെ കടന്നുപോകാൻ ഏറെ പ്രയാസം നേരിടുന്നു. മേൽപ്പാലം നിർമ്മാണത്തിൻ്റെ ഭാഗമായാണ് ഇവിടെ ഗതാഗത പ്രതിസന്ധി ഉടലെടുത്തത്.
മഴക്കാലത്തിനു മുമ്പ് മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാകുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നെങ്കിലും അതെല്ലാം പാഴ്വാക്കായി. വാഹനങ്ങൾ കുടുങ്ങുന്നതും നിയന്ത്രണം വിട്ട് മറിയുന്നതുമെല്ലാം ഇവിടെ പതിവ് കാഴ്ചയാണിപ്പോൾ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കഴിഞ്ഞ ദിവസം അന്തരിച്ച നടൻ ഭരത് ബാലൻ കെ നായരുടെ പത്നി ശാരദാമ്മയുടെ മൃതദേഹം പാടാനംകുറിശി രാമൻ കണ്ടത്ത് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നിരവധി പേർ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി, നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, കലാസാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. പാലക്കാട് ഹോട്ടലിൽ മോഷണത്തിനിടെ ബീഫ് ചൂടാക്കി കഴിച്ച മോഷ്ടാവ് പിടിയിൽ. തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശി അനീഷ് എന്ന ശിവകുമാറാണ് പിടിയിലായത്. ഹോട്ടലിൽ നിന്ന് പ്രതി 500,000 രൂപയും മോഷ്ടിച്ചിരുന്നു. പാലക്കാട് ചന്ദ്രനഗറിലുള്ള ഹോട്ടലിൽ നിന്നാണ് ഇയാൾ പണം കവർന്നത്. തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഈ ചന്ദ്രനഗർ ഭാഗത്തുള്ള ഒരു മൂൺ സിറ്റി ഹോട്ടലിൻ്റെ പിൻവശത്ത് കൂടെയാണ് ഇയാൾ കയറുന്നത്. പിൻവശത്ത് കൂടെ കയറി അതിനകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന പണമാണ് ഇയാൾ അപഹരിച്ച് കൊണ്ടുപോയത്. അന്ന് മുതൽ തന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ CCTV ക്ലിപ്പിങ്സ് കിട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ തന്നെ അന്ന് തന്നെ നമുക്ക് മനസ്സിലായിരുന്നു അനീഷ് എന്ന മാർത്താണ്ഡം സ്വദേശിയാണ് ഈ കേസിൽ ഉൾപ്പെട്ടതെന്ന് നമുക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു. ഊർജിതമായ അന്വേഷണം നടത്തി വരവെയാണ് SI ഹർഷാദ് ഇന്നലെ ഇയാളെ തൃശ്ശൂരിൽ വെച്ച് ഒരു കണ്ടെത്തുകയായിരുന്നു. ഇയാൾ വാണ്ടറിങ്ങാണ്. ഇയാൾ നടന്നിങ്ങനെ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോകും. പ്രത്യേകിച്ച് മാർത്താണ്ഡത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ കന്യാകുമാരിയിലെ മാർത്താണ്ഡത്ത് ഇയാൾ പോകാറില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അച്ഛനും അമ്മയൊന്നുമില്ല. അപ്പോൾ ഓരോ ഭാഗത്തേക്ക് നടന്നു പോവുക, അവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ എടുക്കുക, അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. ആക്രി വൃത്തി നടക്കുന്ന ആളായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വേറെ കേസുകളുണ്ട്, ഒരുപാട് കേസുകളുണ്ട്. കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് കേസുകളുണ്ട്. മങ്കര GHSSൽ പ്രീ പ്രൈമറി ക്ലാസ്സിന് തുടക്കം കുറിച്ചു. വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി ഉദ്ഘാടനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് നിർവഹിച്ചു. അപ്പോൾ ആ കുട്ടികളെ നന്നായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഉതകുന്ന രീതിയിലേക്ക് മാറുക എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഇതാ അവിടെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ക്ലാസ് റൂം, അതിൻ്റെ അന്തരീക്ഷം പറഞ്ഞാൽ നിറയെ പൂക്കളും ഒക്കെയായി ചുമരുകളൊക്കെ വരഞ്ഞ് കുട്ടികൾക്ക് നല്ല ചിത്രങ്ങളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നല്ല പഠിപ്പിക്കാൻ നല്ലൊരു ടീച്ചറെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. PTA പ്രസിഡന്റ് ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ചന്ദ്രിക മുഖ്യാതിഥിയായിരുന്നു. MPTA പ്രസിഡന്റ് KM സലീന, P സുനില, J ബീന എന്നിവർ പ്രസംഗിച്ചു. പ്രധാന അധ്യാപിക S അജിത സ്വാഗതവും M ജിജി നന്ദിയും പറഞ്ഞു. പറളി ഉപജില്ലയിൽ PTA സഹകരണത്തോടെ ആദ്യമായി തുടങ്ങുന്ന പ്രീ പ്രൈമറി ക്ലാസ്സാണ് ഇവിടെ ആരംഭിച്ചത്. ചടങ്ങിൽ നവാഗതരെ മുതിർന്ന വിദ്യാർത്ഥികൾ നൃത്തം അവതരിപ്പിച്ച് വരവേറ്റു. കുഞ്ഞുങ്ങൾക്ക് മധുരവും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ലക്കിടി SSO HSSനെ ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമോദിച്ചു. അനുമോദന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ പങ്ക് നിർവഹിക്കണം, അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. PTA രക്ഷകർത്താക്കൾ, അധ്യാപകർ അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ഇതിലേക്ക് എത്താൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ തുടർന്ന് വരുന്നത്. അതിൽ അധ്യാപകരെ സംബന്ധിച്ചാണ് ഒരു കാര്യം എനിക്ക് പറയാൻ നിങ്ങളുടെ ഒരു വലിയ സന്നദ്ധതയും ആത്മാർത്ഥതയും. അനുമോദന ചടങ്ങിൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഹരി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P വിജയകുമാർ, K കുമാരി ദേവി, പഞ്ചായത്ത് അംഗങ്ങളായ ബാലൻ, C അനിൽകുമാർ, T മണികണ്ഠൻ, K ഉണ്ണികൃഷ്ണൻ, മിനി ജയൻ, PM മോനിഷ, M ഷിബു, PTA പ്രസിഡന്റ് TV തോമസ്, വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ, HM ഇൻചാർജ് OM രജനി, സ്റ്റാഫ് സെക്രട്ടറി KM ത്രിവിക്രമൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടായിലെ കോൺഗ്രസ് ഓഫീസ് തർക്കവുമായി ബന്ധപ്പെട്ട് RDO വിളിച്ചു ചേർത്ത യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. സംഘർഷം ഒഴിവാക്കണമെന്ന് CPM കോൺഗ്രസ് നേതാക്കൾക്ക് RDOയുടെ നിർദ്ദേശം. കെട്ടിടം കോൺഗ്രസ് ഓഫീസായി പ്രവർത്തിക്കാനാണ് വാടകയ്ക്ക് നൽകിയതെന്ന് കെട്ടിട ഉടമയുടെ മൊഴി.
കനത്ത മഴയെ തുടർന്ന് ചെറുതുരുത്തി നെടുമ്പുരയിൽ ജലസേചന കനാലിന്റെ വശമിടിയുന്നു. ഒരു പുറം തകർന്നു വീണതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ. മണ്ണിടിച്ചിൽ തടയാൻ നടപടി വേണമെന്ന ആവശ്യം. കാലവർഷക്കെടുതികൾ തുടരുന്നു. മണ്ണൂരിൽ വീട് ഭാഗികമായി തകർന്നു. ചെറുതുരുത്തിയിൽ ക്ഷേത്ര പരിസരത്തെ കുളത്തിന് സമീപം കഞ്ചാവ് ചെടികൾ. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ എക്സൈസ് സംഘം കണ്ടെത്തിയത് 2 ചെടികൾ. ചെടികൾ പറിച്ചെടുത്ത് വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസിലേക്ക് കൊണ്ടുപോയി. ചേലക്കര കളപ്പാറ വാരിയത്തുകുന്ന് പ്രദേശത്ത് കാട്ടുചോലയിൽ പദമാല. ജനങ്ങൾ ആശങ്കയിൽ. വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.